ഈ മൗലവിയല്ലേ ഉന്നത ഹദറത്താണ്, സ്വാഹിബുൽ വഖത്താണ്, മുദബ്ബിറുൽ ആലമാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത പറയുന്നത് നിങ്ങൾ അല്ലേ? അതുകൊണ്ട് ഈ ഹദറത്ത് എന്ന് പറയുന്നത് ജഹാലത്തിന്റെ ഹദറത്താണ്, വിവരക്കേടിന്റെ ഹദറത്താണ്, പുത്തൻവാദത്തിന്റെ ഹദറത്താണ്, ശൈത്വാന്റെ ഹദറത്താണ് എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങളെ മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ, ബഹർ പോലുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പാച്ചക്കളവ് പറഞ്ഞ് തെറി വിളിക്കുന്ന ഹദറത്തല്ലേ ഇവന്മാർ. ഞങ്ങളെ ഉലമാ പറഞ്ഞ വാക്ക്, ആ വാക്കിനെ വളച്ചൊടിച്ച് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും, മൂക്കി കീപ്പട്ടായ ഏത് മനുഷ്യനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ച പ്രസംഗത്തെ പോലും വളച്ചൊടിക്കുകയാണ് ഈ മൗലവിമാര് ചെയ്യുന്നത്. അത് ഈ ഉന്നത ഹദറത്ത് എന്ന് പറയുന്ന കോമാട്ട് ജാലിൽ അബ്ദുള്ള മൗലവി തന്നെയും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നു, അവരെ തെറി വിളിക്കുന്നു. നിങ്ങൾ കേൾക്കും. പള്ളി അപ്പന്റെ പള്ളി നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞാൽ ഏതാണ് മദീന? കണ്ടില്ലേ? അപ്പോ ഹംക്ക് എന്ന് വിളിച്ചത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉലമാഇനെയല്ലേ പ്രായമുള്ള വലിയ ബഹർ പോലുള്ള ഇൽമിന്റെ ഉടമകളായ നമ്മുടെ ഉലമാഇനെയാണ് ഈ തോന്നിവാസി വിളിച്ചത് ഹംക്ക് എന്ന് വിളിച്ചത്. ഞങ്ങൾ അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്കതിന് സാധിക്കാത്തത് കൊണ്ടല്ല. ഓ കോമാട്ടുജാലിൽ അബ്ദുള്ള മൗലവി, നീ വിളിച്ചതുപോലെ അതിന്റെ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട്, കഴിവുണ്ട്. പക്ഷേ ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ അങ്ങനെയല്ല തർബിയത്ത് ചെയ്തത്. അവര് ഞങ്ങൾക്ക് തന്ന ത്വരീഖത്തിൽ അങ്ങനെ ഇല്ല. അവര് ഞങ്ങൾക്ക് തന്ന ത്വരീഖത്തിൽ ഒരിക്കലും തെറിക്ക് പകരം തെറി വിളിക്കണമെന്ന് എവിടെയുമില്ല. ആദർശത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ, അവരെ പോലും നിങ്ങൾ തെറി വിളിക്കരുത്. വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാത്തവരെ പോലും നിങ്ങൾ തെറി വിളിക്കരുത് എന്നാണ് ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇതാണ് ഞങ്ങളെ ത്വരീഖത്തിന്റെ മശായിഖന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്ന അതേ ആശയം. നല്ല ആശയമാണ്, സത്യത്തിന്റെ ആശയമാണ്, സ്നേഹത്തിന്റെ ആശയമാണ്. ഒരാളെയും തെറി വിളിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ലെന്ന ആശയമാണ്. എന്നാൽ താങ്കൾ പഠിപ്പിക്കുന്ന ത്വരീഖത്ത് അത് ഗീബത്ത് പറയാനുള്ള ത്വരീഖത്താണ്, അത് തെറി വിളിക്കാനുള്ള ത്വരീഖത്താണ്, മറ്റുള്ളവനെ ആക്ഷേപിക്കുവാനും നിന്ദിക്കുവാനുമുള്ള ത്വരീഖത്താണ്. അത് പച്ചയിൽ കളവ് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ, മൗലിദിന്റെ പേരിൽ പോലും സംഘടിപ്പിക്കുന്ന മജ്ലിസിൽ വെച്ച് കളവ് പറഞ്ഞ് ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത വിളിക്കണമെന്ന് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്ന ത്വരീഖത്താണ് താങ്കൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അത് ശൈത്വാന്റെ ത്വരീഖത്താണ്, അത് പിശാചിന്റെ ത്വരീഖത്താണ്, അത് ദീനിന്റെ ത്വരീഖത്തല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ മൗലവി നമ്മുടെ മഹാന്മാരായ ഉലമാഇനെ ഈ നിലക്ക് പച്ചയിൽ തോന്നിവാസം വിളിക്കുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടെ കാര്യത്തെ കൈകാര്യം ചെയ്യണം. അതേ നാണയത്തിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. അത് വിവരക്കേട് കൊണ്ട് അതേ പരിഹസിക്കുന്നത് വിവരമില്ലാത്തവനാണ്, ജാഹിലീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ ജാഹിലായ മൗലവി നമ്മുടെ ഉലമാക്കളെ തെറിവിളിക്കുമ്പോൾ, നമ്മുടെ ഉലമാഇനെ പരിഹസിക്കുമ്പോൾ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല, അതേ നാണയത്തിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. നമുക്ക് ദീന് പഠിപ്പിച്ച വരിയുണ്ട്. നമ്മുടെ മശായിഖന്മാരായ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും മുഹയ്യിസുന്നയും ബദർ സാദാത്തും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പഠിപ്പിച്ച ഒരു ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്താണ് സഹനത്തിന്റെ ത്വരീഖത്ത്, അതാണ് സ്നേഹത്തിന്റെ ത്വരീഖത്ത്. ആ ത്വരീഖത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദിനെ അടക്കമുള്ള മഹാന്മാരെ എത്ര മോശമായിട്ടാണ് ഈ ഷെയ്ഖ് എന്നിവർ പറയുന്ന ഈ കോമാട്ട് ജാലിൽ അബ്ദുള്ള മൗലവി തെറി വിളിച്ചത് നിങ്ങൾ കേട്ടില്ലേ?
ആ മൗലവി തെറി വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അടിമകളായ നൗഷാദിനെയും മറ്റുമൊക്കെ ചൂണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഒന്നും കൂടി ഡോസ് കൂട്ടിയിട്ട് വേണം ഈവത്ത് പറയാൻ, ഒന്നും കൂടി ഡോസ് കൂട്ടിയിട്ട് വേണം നമീമത്ത് പറയാൻ, ചീത്ത വിളിക്കാനെന്ന് അതേ ഇയാള് പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആലിമീങ്ങളെ പേരിൽ ഈ വിധത്തിൽ പച്ചയിൽ തെറി പറയുകയാണ്. എന്നാൽ പൊന്മള ഉസ്താദ് എന്താണ് പറഞ്ഞത്? ഉസ്താദ് ഒന്ന് വിശദീകരിക്കട്ടെ. ഞാൻ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ പള്ളി. ഒരുപാട് സംഗതിക്ക് ഇത് കാരണമാണ്. മദീനത്തെ പള്ളിയാണ് മർക്കദിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മേലെ ചുമന്നക്കണ്ട, ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ബലി എന്ന് പറഞ്ഞുണ്ടാക്കണ്ട, ഞാൻ അതല്ല പറഞ്ഞത്. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട ഈ പള്ളി. വ്യക്തമല്ലേ സഹോദരങ്ങളെ? ഉസ്താദ് ആ സാധ്യത ഇവരെ പോലുള്ള ഈ പുത്തൻവാദികളെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, മദീനത്തെ പള്ളി തന്നെയാണ് മർക്കസിലെ ഈ പള്ളി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട എന്ന് ഉസ്താദ് തന്നെ അവിടെ നിന്ന് തിരുത്തി വ്യക്തതയോടെ കൂടെ പറഞ്ഞു. അപ്പൊ മദീനത്തെ പള്ളിയിൽ ഒരുപാട് ആസാറുകളുണ്ട്. അതുപോലെ നമ്മുടെ ഈ പള്ളിയിലും നമ്മുടെ നോളജ് സിറ്റിന്റെ മസ്ജിദുൽ ഫുതൂഹിലും ധാരാളം ആസാറുകളുണ്ട്. അപ്പൊ ആസാറുകൾ കാണാൻ മദീനത്തെ പള്ളിയെ മുഅ്മിനീങ്ങൾ ആശ്രയിക്കുന്നത് പോലെ നമ്മുടെ ഈ പള്ളിയെയും മുഅ്മിനീങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. വസ്തുതയല്ലേ? എത്ര ലക്ഷങ്ങളാണ് കഴിഞ്ഞ മൗലിദിന്റെ സദസ്സിൽ, മൗലിദുൽ അക്ബറിന്റെ സദസ്സിൽ വന്ന് മുഅ്മിനീങ്ങൾ അത് കണ്ടത്. അത്രയാണ് പേരോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞത്. അത് ആർക്കും ബോധ്യപ്പെടും. ഇനി അങ്ങനെ പറഞ്ഞു വരണ്ട എന്നും കൂടെ പറഞ്ഞ് ഉസ്താദ് അത് ഒന്നും കൂടി വ്യക്തമാക്കി തന്നു. എന്നാലും ഈ കാട്ടുകള്ളൻ എന്ന് മഹാന്മാര് വിശേഷിപ്പിച്ച ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി അത് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെയാണ് വിളിച്ചത്, ആ തെറി വിളിച്ചത്. പക്ഷേ ഉസ്താദ് നമ്മോട് പറഞ്ഞത് സംയമനത്തിന്റെ പാതയായതുകൊണ്ട് നമ്മൾ അതുപോലെ ഇവരെ വിളിക്കുന്നില്ല എന്ന് ഈ മൗലവിയെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നോക്കൂ നിങ്ങൾ, മഹാന്മാരുടെ കറാമത്ത് എന്ന് പറഞ്ഞത് ചില്ലറയല്ല. പൊന്മള ഉസ്താദ് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇവർ എത്ര പരിപാടിയാണ് നടത്തിയതെന്ന് അറിയോ? എത്ര സ്ഥലങ്ങളിലാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ അടിമകൾ വന്ന് നമ്മുടെ ആലിമീങ്ങളെ തെറി പറഞ്ഞത്? ഇപ്പോഴാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി തന്നെ നേരിട്ട് പറയുന്നത്. അപ്പോ അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്നത് മലയാള ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. എന്നാൽ ആ നിലയ്ക്ക് ഉസ്താദ് അവർകൾ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഉസ്താദിനെ, മുഹയ്യിസുന്ന പൊന്മള ഉസ്താദിനെ ചീത്ത വിളിച്ചു. അവിടുത്തെ പ്രായാധിക്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായ രോഗത്തിനെ പോലും പരിഹസിച്ചുകൊണ്ട് തൊഴിയൂരിനെ പോലുള്ള മൗലവിമാര് എന്തെല്ലാം തോന്നിവാസ പറഞ്ഞത്. അങ്ങനെയൊക്കെ ദിവസങ്ങളോളം ഇവർ പ്രസംഗിച്ചു, ഐബത്ത് നമീമത്ത് പറഞ്ഞ് നടന്നു.